ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഓരോ ബിസ്ക്കറ്റ് വെച്ചൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ കണ്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഓരോ ബിസ്ക്കറ്റ് വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തിന്നാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. കാരണം അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ ബിസ്ക്കറ്റിനെ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പൊട്ടിക്കാം. എന്നിട്ട് ആകെ ഞാൻ ഈ കൂട് മാത്രം എടുക്കുന്നുള്ളൂ, കാരണം ആദ്യം ഉണ്ടാക്കുന്നത് കൊണ്ട് അത്ര അറിയില്ല. നമുക്ക് ഇതിൻ്റെ കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഈ ക്രീമും ഈ ഓറിയും മാറ്റിയെടുക്കണം. ക്രീമും ഓറിയും മാറ്റിയെടുക്കണം. ക്രീം വേറൊരു ഉണ്ടെങ്കിൽ മാറ്റാം, അകത്തേക്ക് മാറ്റാം. ബിസ്ക്കറ്റ് മാത്രം മതി കേട്ടോ, ക്രീം നമുക്ക് എടുക്കാനായിട്ടില്ല. നമുക്ക് എടുക്കും. ആദ്യം നമുക്ക് ബിസ്ക്കറ്റ്. അപ്പം നമുക്ക് ഈ ക്രീം ഒന്ന് പൊളിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും ക്രീമും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട സാധനം നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്തോളത്തേക്ക്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. കുറച്ച് ഇത്രയും ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മതി കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചേ ഉള്ളൂ. ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് എടുത്തേക്കൊണ്ടാണ് അപ്പോൾ ഇത് കുറച്ചുള്ളത്. ഇത്രയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഇനി നമുക്ക് നമ്മുടെ ഇതില്ലേ ക്രീം, മാറ്റിച്ച ക്രീം, ആ ക്രീമിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് പാൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ ബാറ്ററിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം കുറച്ചേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു പാത്രത്തിൽ, ഒരു വട്ടപ്പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതൊരു A4 ഷീറ്റിൽ നമ്മുടെ ഓയിൽ ഒന്ന് പരട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കാത്തതിൻ്റെ ചില പോരായ്മകൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ബാറ്റർ ഒന്ന് കൊടുക്കാം. അപ്പോൾ ബാറ്റർക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്. ഇനി വീർത്ത് വന്ന ഭാഗ്യം. എന്തായാലും നമുക്കിനി എയർ ബബിൾസ് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് തട്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇത് ആയി വരുന്ന സമയത്ത് ഒന്നും കുറേ കോമ്പളകൾ വരും. അതൊക്കെയാണ്. എയർ ബബിൾസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഓൾറെഡി ഏകദേശം ഒരു കേക്ക് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പർ ഒന്നും ഇരിക്കുന്ന റെഡിയല്ല. അതിൻ്റേതായ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓവൻ ഇല്ലാണ്ട് ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധാരണ ഒരു സംഭവത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാം. ഒരു പുതിയ വെറൈറ്റി രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി നമ്മുടെ കേക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം ഓണാക്കിയിട്ടേ ഉള്ളൂ. ഇതാണെങ്കിൽ പൊന്തി കളിക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് കേക്കാണോ? ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേക്ക് വരും. ഇങ്ങനെ പൊന്തി വരും. ഇതിനകത്തേക്ക് വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക്
ഡയറി മിൽക്കിൻ്റെ ആൽമണ്ട് ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ കേക്ക് വെറുതെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിക്കുന്നതായിരിക്കുമല്ലോ പിന്നെയും ടേസ്റ്റ്. വെച്ചൊന്ന് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒരു ഡയറി മിൽക്ക് എന്തെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കേക്ക് നന്നാവുമെന്നൊന്നും അറിയില്ല, എന്നാലും മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്താലും ബാധ്യമാവില്ല, കാരണം തീർക്കാൻ ഞാനുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ഇത് മെൽറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നാലും വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം രീതിയിലങ്ങ് ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇരുന്ന ടേസ്റ്റ്. ബൈ.